ഇന്ന് നമുക്കൊരു കപ്പ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുത്താലോ. അതിനായി കപ്പ നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ പീസായി നമുക്കൊന്ന് കൊത്തിയെടുക്കാം. നന്നായിട്ട് വേകുന്ന കപ്പ വേണം നമുക്ക് ഈ ഉപ്പുമാവിന് എടുക്കാൻ. നമ്മളിവിടെ എടുത്തിരിക്കുന്ന കപ്പ പെട്ടെന്ന് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടുന്ന കപ്പയാണ്. കപ്പ എങ്ങനെ ഉണ്ടാക്കിയാലും ഏതൊക്കെ തരത്തിലുള്ള വിഭവങ്ങളാക്കിയാലും എല്ലാവർക്കും കപ്പ വളരെ പ്രിയങ്കരമാണ്. കപ്പ നമ്മളെ പുഴുക്കുണ്ടാക്കുന്ന പരുവത്തിന് ഇതുപോലെ ചെറിയ പീസായി നമ്മൾ മുഴുവനും കൊത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള ഈ വേരൊക്കെ നമ്മൾ കട്ട് ചെയ്യാതെ നമ്മൾ കപ്പ മാത്രം കൊത്തിയെടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് നമ്മളിത് വേവിച്ചെടുത്തിട്ടുണ്ട്. പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ കടുകിട്ട് പൊട്ടിച്ചു. ചെറുതായി അരിഞ്ഞ ചുവന്നുള്ളി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ചെറുതായി അരിഞ്ഞത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴന്നു വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നൊന്ന് ഒരു ഗോൾഡൻ നിറമാകുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ച കപ്പ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ കപ്പ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. രാവിലെയോ വൈകുന്നേരമോ ഒക്കെ നമുക്ക് ഒരു നേരത്തെ ആഹാരമായി നമുക്ക് ഈ കപ്പ ഉപ്പുമാവ് കഴിക്കാവുന്നതാണ്. കപ്പ ഇഷ്ടമുള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. കറി ചേർത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാവുന്നതാണ്. നമ്മൾ ഇന്ന് രാവിലെ കപ്പ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. നല്ല ചൂടോടെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. കൂടെ നമ്മൾ നല്ല മുളകിട്ട മീൻ കറിയും എടുത്തിട്ടുണ്ട്. വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കിനിയും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം.